കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാദങ്ങളിലാണ് കെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും. അതിൽ സിന്ധു കൃഷ്ണയും അഹാനയുമാണ് മുൻപന്തിയിൽ നിൽക്കുന്നതും. കാരണമാകട്ടെ, സിന്ധു കൃഷ്ണയുടെ അമ്മയെ അഹാന തെറിവിളിച്ചെന്നും പ്രായത്തെ വരെ മാനിക്കാതെ സ്വന്തം അമ്മൂമ്മയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ്. പ്രായത്തെ ബഹുമാനിക്കാതെയുള്ള അഹാനയുടെ പെരുമാറ്റം വളരെ മോശമായെന്ന് കമന്റുകളിലൂടെ ആരാധകരും പറഞ്ഞു. ഇതിനിടയിലായിരുന്നു ഓസിയുടെ മകൻ ഓമിയുടെ 1-ാം പിറന്നാൾ ജൂലൈ 5-ാം തീയതി. കുടുംബത്തോടൊപ്പം വളരെ മനോഹരമായി കൊണ്ടാടേണ്ട ഒരു ദിവസം തന്നെയായിരുന്നു ഓമിയുടെ ജന്മദിനം. എന്നാൽ ഈയൊരു വിവാദങ്ങൾക്കിടയിൽ ഓമിയുടെ പിറന്നാൾ ആഘോഷിക്കാനായി ദിയയും അശ്വിനും മലേഷ്യയിലേക്കാണ് പോയത്. കെ കുടുംബത്തിലെ ആദ്യ പേരക്കുട്ടിയുടെ പിറന്നാൾ കുടുംബത്തോടൊപ്പമല്ല ഓസി ആഘോഷിച്ചത്. പകരം മകനെയും ഭർത്താവിനെയും കൂട്ടി മലേഷ്യയിൽ ഇരുവരും ഒരുമിച്ചാണ് മകൻ്റെ പിറന്നാൾ ആഘോഷിച്ചത്. എന്നാൽ തങ്ങളുടെ കൊച്ചുമകന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും എത്തിയിരുന്നു. അതുപോലെ തന്നെ ഇഷാനി കൃഷ്ണയും അഹാനയും ഹൻസികയും ഒക്കെ കുഞ്ഞു ഓമിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തി. ഗംഭീരമായി ആഘോഷിക്കേണ്ട ചടങ്ങായിരുന്നു ഓമിയുടെ 1-ാം പിറന്നാൾ. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളായതുകൊണ്ട് തന്നെയാകാം ഓസിയും അശ്വിനും വിദേശത്ത് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്. എന്നാൽ ഓസിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു തൻവി, കൂടാതെ കസിനും. എന്നിട്ടുകൂടി തൻ്റെ മകന് ഒരു പിറന്നാൾ ആശംസകൾ പോലും തൻവി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെ ആരാധകർ പറയുന്നത് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ്. ഓസി എല്ലാ കാര്യത്തിനും തൻവിയുടെ കൂടെയുണ്ടായിരുന്നു. ഓസിയും അശ്വിനും കൂടിയാണ് തൻവിക്ക് യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിക്കൊടുത്തത്. എന്നാൽ അഹാനയും സിന്ധു കൃഷ്ണയുമായുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയുടെ ഭാഗത്താണ് ഓസി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തൻവിയുമായുള്ള അടുപ്പം ഓസി കുറച്ചിരിക്കുകയാണ് എന്നും പറയപ്പെടുന്നു.